ഹായ് ഗേസ്, ഇനി നമുക്ക് പ്രോപ്പറായിട്ട് ക്വറി മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ചും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് ഗോ ത്രൂ ചെയ്യാം. ഓക്കെ, സോ ഇവിടെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ നോർമൽ HTML കുറച്ചും കൂടിയും എലമെൻറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാണ്. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്ന ഒരു UL ആണ്. അൺഓർഡേഡ് ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ H1 താഴെ ഹെഡറിന് താഴെ ഇടാം ഒരു UL. ഓക്കെ, എന്നിട്ട് അവിടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഒരു LI കൊടുക്കാം. ഓക്കെ, LIയിൽ ഒരു ക്ലാസ് നമുക്ക് ആഡ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിന് ഞാൻ ലിസ്റ്റ് ഐറ്റം എന്ന് കൊടുത്തു. അതിൽ ഞാൻ item 1 നമുക്ക് ഒരു UL ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അൺഓർഡേഡ് ലിസ്റ്റ്. അതിൻ്റെ ഉള്ളിൽ ഞാൻ LI കൊടുത്തു. സോ ഒരു ലിസ്റ്റാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് 2 ലിസ്റ്റും കൂടി ആഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ പേസ്റ്റിൽ item 1, item 2, item 3 നമ്മൾ കൊടുത്തു. ഇനി അതേപോലെ H1 ഒരു ഐഡിയും കൂടി നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ കൊടുക്കുന്നത് ID = മെയിൻ ടൈറ്റിൽ എന്ന് കൊടുക്കാം. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി നമ്മളൊരു UL അൺഓർഡർ ലിസ്റ്റ് കൊടുത്തു. അതിൻ്റെ മുകളിൽ 3 ലിസ്റ്റ് ഉണ്ട്, item 1, item 2, item 3. അതോടൊപ്പം തന്നെ H1 ഒരു ഐഡിയും കൂടി നമ്മൾ ആഡ് ചെയ്തു. മെയിൻ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ഐഡിയ ആഡ് ചെയ്തു. നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കറസ്പോണ്ടിങ്ങിൽ നമ്മുടെ ഐറ്റംസൊക്കെ വന്ന് കിടക്കുന്നുണ്ട് ഇവിടെ റീലോഡ് ചെയ്തപ്പോൾ അല്ലേ. ഇനി ബേസിക്കലി നമ്മൾ എന്താ വെച്ചാൽ കൺസോളിൽ നമുക്ക് ആ ക്വറി മെത്തേഡ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ DOM ക്വറി മെത്തേഡ്സ് മോസ്റ്റ്ലി ഡോക്യുമെൻ്റാണ് അവൈലബിൾ അല്ലേ, നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഗെറ്റ് എലമെൻറ്റ് ബൈ ID വെച്ച് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഞാൻ എഴുതുന്നത് ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID ഓഫ്, എന്നിട്ട് ഞാനിവിടെ ഐഡിയുടെ പേര് കൊടുക്കണം, മെയിൻ ടൈറ്റിൽ എന്ന് കൊടുത്തു. ഓക്കെ, സോ നമുക്കിവിടെ H1 കിട്ടി. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹാഷ് ഒന്നും കൊടുക്കരുത്. CSSലാണ് നമ്മൾ ഹാഷൊക്കെ യൂസ് ചെയ്യില്ല. CSS എൽട്ടർ അല്ല, ID മാത്രം മതി, സ്ട്രിങ് ആയിട്ട് കൊടുത്താൽ മതി. സോ ഔട്ട്പുട്ട് നമുക്ക് HTML ആയി കിട്ടും ആക്ച്വലി അല്ലേ. സോ ബേസിക്കലി ഇതൊരു H1 കറസ്പോണ്ടിങ് H1 ടൈപ്പ് നമുക്ക് കിട്ടി. സോ റിയൽ ഒബ്ജക്റ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റിയൽ ഒബ്ജക്റ്റ് ഇൻസ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ console.dir കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് document.getElementById ഓഫ് മെയിൻ ടൈറ്റിൽ എന്ന് കൊടുക്കാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫുൾ റിയൽ ഒബ്ജക്റ്റ് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വൽ JS ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസൊക്കെ കാണാൻ പറ്റും. ലൈക്ക് ID ഉണ്ട്, ഇവിടെ ക്ലാസ് നെയിം ഉണ്ട്, ഇന്നർ HTML ഉണ്ട്, ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഉണ്ടോ, ID ഉണ്ട്, ക്ലാസ് ഉണ്ട്, പിന്നെ ഇന്നർ HTML നമ്മൾ കൊടുത്ത ടെസ്റ്റൊക്കെ ഇന്നർ ടെസ്റ്റ് കണ്ടു, ഇന്നർ HTML കണ്ടു. സോ കൊടുത്തെല്ലാം കിട്ടി. പിന്നെ വേണമെങ്കിൽ സൈസ് പൊസിഷനൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിൽ. ഓക്കെ, ഇനി നമുക്ക് സെലക്റ്റഡ് എലിമെൻറ്റ്സ് വേരിയബിൾ തന്നെ സ്റ്റോർ ചെയ്യാനും പറ്റും കേട്ടോ. സോ അത് വേണമെങ്കിൽ കൺസോളിൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് ക്ലോസ് ചെയ്തിട്ട് ഞാനിപ്പോൾ എഴുതാണ് const H1 = നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് document.getElementById ഓഫ് മെയിൻ ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ കിട്ടി, H1 കിട്ടി. ഇനി H1 എന്ന വേരിയബിളിൽ നിന്ന് സെലക്റ്റഡ് എലമെൻറ്റ് നമുക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ ആ സെലക്റ്റഡ് എലമെൻറ്റ് H1ലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ H1.ID എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ID കിട്ടി. അല്ലെങ്കിൽ H1.inner ടെസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ടെസ്റ്റൊക്കെ കിട്ടും. ഓക്കെ, ഇനി ക്വറി മെത്തേഡ്സ് എലമെൻറ്റിൽ കൂടി അവൈലബിൾ ആണ്. ഇത് സൂപ്പർ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. ലൈക്ക് ക്വറി മെത്തേഡ് ഡോക്യുമെൻറ്റിൽ മാത്രമല്ല സെലക്റ്റഡ് എലിമെൻറ്റ്സിൽ എലമെൻറ്റ് നോട്ട്സിലും അവൈലബിൾ ആണെന്നൊക്കെ പറയാൻ പറ്റും. സോ document.query selector എന്ന് പറഞ്ഞാൽ എൻ്റെ പേജ് സെർച്ച് ചെയ്യും. നമുക്ക് ചെയ്യാമാണെങ്കിൽ document.query selector എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബേസിക്കലി എൻ്റെ പേജിലാണ് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി സം element.query selector എന്ന് പറഞ്ഞാൽ ദാറ്റ് എലമെൻറ്റ് ആ എലമെൻറ്റിൻ്റെ ചിൽഡ്രനിൽ മാത്രം സെർച്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു ഡോക്യുമെൻ്റ് കൊടുത്തു എന്നുള്ളൂ. ഇപ്പോൾ ഡോക്യുമെൻറ്റ് ചേഞ്ച് ചെയ്തിട്ട് നമ്മളിവിടെ H1 ഡാറ്റ എടുക്കുന്നുണ്ടല്ലോ. സോ H1.query selector എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ H1 ഉള്ളിൽ
സ്പാൻ ഉണ്ടെങ്കിൽ H1 ഉള്ളിൽ ഞാനിപ്പോൾ ഇവിടെ സ്പാൻ എന്ന് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ നമുക്ക് നള്ള് കിട്ടും. കാരണം ഇവിടെ എന്ന് വെച്ചാൽ H1 ഉള്ളിൽ അത് സ്പാൻ ഉണ്ടെങ്കിൽ മാത്രം ഡാറ്റ കിട്ടും. സോ ഡാറ്റ ഇല്ലെങ്കിൽ ബേസിക്കലി അത് നള്ളാന്ന് നമുക്ക് തരാം. ഓക്കെ, ഇനി നമുക്ക് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം കൊണ്ട് നോക്കാം. ഇത് കുറച്ച് പഴയ മെത്തേഡാണ്, ബട്ട് സ്റ്റിൽ യൂസ്ഫുൾ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം, എന്നിട്ട് അതിൽ നമുക്ക് ക്ലാസ് നെയിം കൊടുക്കാം. ഓക്കെ, നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ലിസ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഡോട്ട് ലിസ്റ്റ് ഐറ്റം, സോ ഡോക്യുമെൻറ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം ഓഫ് ലിസ്റ്റ് ഐറ്റം നമ്മൾ കൊടുത്തു. സോ ഇത് റിട്ടേൺ ചെയ്യുന്നത് HTML കളക്ഷൻ ആണ്. അത് അറേ പോലെയാണ് HTML കളക്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. സോ ട്രൂ അറേ അല്ല, ബട്ട് നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും ഇതിനെ വേണമെങ്കിൽ. സോ വേണമെങ്കിൽ നമുക്ക് for let i equal to 0 അല്ലെങ്കിൽ i less than അങ്ങനെ എടുക്കാം. ദിസ് ഐറ്റം ഡോട്ട് ലെങ്ത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എടുക്കാം. എന്നിട്ട് ലൂപ്പ് ചെയ്തെടുത്താൽ നമുക്ക് 1 by 1 നമുക്ക് കിട്ടാൻ പറ്റും. ഇത് അറേ പോലെയാണ്, പക്ഷേ ആക്ച്വലി അറേ അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് ലൂപ്പ് ചെയ്തെടുക്കാനും പറ്റും എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മോസ്റ്റ് കോമൺ അപ്രോച്ചായ കൊറി സെലക്ടർ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. സോ കൊറി സെലക്ടറിൽ നമ്മൾ പറഞ്ഞു വെച്ചാൽ അത് ആദ്യം കൊറി സെലക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു ആദ്യത്തെ ഫസ്റ്റ് മാച്ചാണ് അത് റിട്ടേൺ ചെയ്യുന്നുള്ളത്. ക്ലാസ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിൽ നമുക്കൊരു ക്ലാസ് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ലിസ്റ്റ് ആയിട്ട് 3 എണ്ണം വന്നിട്ടുണ്ട്. സോ കൊറി സെലക്ടർ വെച്ചിട്ട് ഇവിടെ എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് ക്വറി സെലക്ടർ എന്നിട്ട് ഓഫ്. ഓക്കെ, ക്വറി സെലക്ടർ ബേസിക്കലി കൊടുക്കാനായിട്ട് നമ്മൾ ഇത് കൊടുക്കണം, CSS സെലക്ടർ കൊടുക്കണം. സോ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഡോട്ട് കൊടുക്കുന്നു, എന്നിട്ട് ലിസ്റ്റ് ഐറ്റം എന്ന് കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ഇത് ഹോവർ ചെയ്താൽ മനസ്സിലാവും. സോ ആദ്യത്തെ നമുക്ക് ലിസ്റ്റ് കിട്ടി എന്നുള്ളത്. സോ നമ്മൾ പറഞ്ഞു കൊറി സെലക്ടർ ഒരു ഫസ്റ്റത്തെ മാച്ച് എലമെൻറ്റ് മാത്രം റിട്ടേൺ ചെയ്യുള്ളൂ. ഇത് ഫസ്റ്റ് മാച്ചിങ് എലമെൻറ്റിലെ LI മാത്രമാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ ബട്ട് നിങ്ങൾക്ക് എല്ലാം ആവശ്യമുണ്ട്, എല്ലാ LIയും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ ഓൾ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റ് കൊറി സെലക്ടർ ഓൾ എന്ന് പറഞ്ഞാൽ എല്ലാ LIയും ഉള്ളത് റിട്ടേൺ ചെയ്യും. ഇത് റിട്ടേൺ ചെയ്യുന്നത് നോട്ട് ലിസ്റ്റാണ്, അറേ പോലെയാണ്. ലൂപ്പ് ചെയ്യാൻ ഈസിയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ലൂപ്പ് ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാം. ഓക്കെ, സോ ഇനി നമ്മൾ കൊറി സെലക്ടറിൻ്റെ മെയിൻ പവർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയുക, ബേസിക്കലി കോംപ്ലക്സ് CSS സെലക്ടേഴ്സിലൊക്കെ നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ ഇട്ട് ഞാൻ കാണിക്കാം എങ്ങനെയെന്നുള്ളത്. സോ ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ നമ്മൾ മുമ്പ് എഴുതിയത്, എന്നിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത് ഇപ്പോൾ ULൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ULൻ്റെ ഉള്ളിൽ LI എടുത്തിട്ട് LI ഡോട്ട് നമുക്കിതിന് ഫസ്റ്റ് ഓഫ് ടൈപ്പ് പറഞ്ഞാൽ നമുക്ക് ബേസിക്കലി ആദ്യത്തെ കിട്ടും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ കിട്ടുകയാണെങ്കിൽ ലാസ്റ്റത്തെ എലമെൻറ്റിൻ്റെ കിട്ടുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് കൊടുത്താൽ മതി. സോ ബേസിക്കലി കൊറി സെലക്ടർ എന്ന് പറഞ്ഞാൽ UIൻ്റെ ഉള്ളിൽ LI എടുക്കും. LI കോളൻ ഫസ്റ്റ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ ഫസ്റ്റ് എടുക്കും. ലാസ്റ്റ് ഓഫ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് ലാസ്റ്റത്തെയും എടുക്കാൻ പറ്റും. ഇത് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ഡെവ് ടൂൾസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും, ഏതാണ് എടുത്തിരിക്കുന്നത്, ഏത് എലമെൻറ്റ് എടുത്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇത് കുറച്ചും കൂടി സൂപ്പർ കൺവീനിയൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, സോ ജാവാസ്ക്രിപ്റ്റ് പേജ് ലോഡ് ആയി കഴിഞ്ഞ ശേഷം മാത്രമേ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ സ്ക്രിപ്റ്റൊക്കെ പേജ് ലോഡായ ശേഷം മാത്രമേ റൺ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിനെ ഓൾറെഡി ലോഡ് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാം, സ്റ്റൈൽ ചേഞ്ച് ചെയ്യാം, ഇവൻറ്റ്സ് അറ്റാച്ച് ചെയ്യാം, നമുക്ക് എലമെൻറ്റ്സ് ആഡ് അല്ലെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്തൗട്ട് റീലോഡിങ് ദി പേജ് അത് പോസിബിൾ ആണ്. ദാറ്റ്സ് വൈ ലൈക്ക് വി ക്യാൻ ബിൽഡ് ഡൈനാമിക് UI എക്സ്പീരിയൻസ്. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, ബേസിക്കലി എൻ്റെ ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്യാനായിട്ട് ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ ഓഫ് LI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റ് സെർച്ച് ചെയ്തിട്ട് ആദ്യത്തെ LI എടുക്കും. സോ പിന്നെ നിങ്ങൾക്ക് സ്കോപ്പ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ ഓഫ് UL എന്ന് പറഞ്ഞാൽ അതെടുക്കും. കറസ്പോണ്ടിങ് എലമെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ഫസ്റ്റ് UL ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് തരും. പിന്നെ നമുക്കൊരു ഇപ്പോൾ ഡോക്യുമെൻറ്റ് ഡോട്ട് കൊറി സെലക്ടർ ഓഫ് UL ഡോട്ട് അഗെയിൻ കൊറി സെലക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ULൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യേണ്ടത് വെച്ചാൽ അത് കറസ്പോണ്ടിങ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇത് മുഴുവൻ ഡോക്യുമെൻറ്റിലല്ല, ULൻ്റെ ഇൻസൈഡിൽ മാത്രം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്. സോ ബേസിക്കലി നമ്മളിവിടെ എഴുതിയ പോലെ തന്നെ ഇവിടെ H1 എഴുതി, നമ്മൾ എന്നിട്ട് ഇവിടെ H1
ഇവിടെ h1.querySelector of. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് UL ഇട്ടിട്ട് ul.querySelector of LI എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇത് കിട്ടും. ആ ULൻ്റെ ഉള്ളിൽ LIയുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഡോം ക്വറി വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് റൺ ടൈമിൽ കറക്റ്റ് ആക്കണം. ഓക്കെ, ഇത് 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സോ ഞാൻ പറഞ്ഞു വെച്ചതെന്ന് വെച്ചാൽ ഈ ഡോം ക്വറിയിൽ വർക്ക് ചെയ്യാനായിട്ട് സ്ക്രിപ്റ്റ് റൺ ടൈമിൽ തന്നെ കറക്റ്റ് ആക്കണമെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ബോഡിയിൽ എൻഡിൽ അവസാനിക്കുക, ബേസിക്കലി ഇത് ലാസ്റ്റ് കൊണ്ടുവന്നിടാം. ഓക്കെ, കാരണം അപ്പോൾ പേജ് ലോഡായ ശേഷം മാത്രമേ സ്ക്രിപ്റ്റ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ ഹെഡിൽ തന്നെ പ്ലേസ് ആയിട്ട് നമുക്ക് ഡിഫർ ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഇതേപോലെ ഇവിടെ ഡിഫർ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, കാരണം വെച്ചാൽ ബ്രൗസർ HTML പാസ് ചെയ്യും ആദ്യം, പിന്നെ അത് ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇഫ് ഡിഫർ ഇല്ലെങ്കിൽ അത് വെച്ചാൽ സ്ക്രിപ്റ്റ് നേരത്തെ എക്സിക്യൂട്ട് ചെയ്യും, അപ്പോൾ എലമെൻറ്റ്സ് ഒന്നും എക്സിസ്റ്റ് അല്ല, അപ്പോൾ നമുക്ക് മോസ്റ്റ്ലി നള്ള് വരും. ഓക്കെ, അത് എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. സോ ബേസിക്കലി ഐദർ നിങ്ങളിത് ലാസ്റ്റ് ഇടുക, സ്ക്രിപ്റ്റ് എല്ലാം HTML പാസ് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ആവുക സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഡിഫർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി ഇതെല്ലാം HTML എല്ലാം എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് ആ സ്ക്രിപ്റ്റ് ലോഡ് ആവും. സോ എലമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കും ഡോമിൽ. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ ഗോ ത്രൂ ചെയ്യിച്ചാൽ ഗെറ്റ് എലമെൻറ്റ് ബൈ ID നമ്മൾ ചെക്ക് ചെയ്തു, ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ് നെയിം ചെക്ക് ചെയ്തു, querySelector ചെക്ക് ചെയ്തു, querySelector all ചെക്ക് ചെയ്തു, പിന്നെ ഡിഫറൊക്കെ മാൻഡേറ്ററി നമ്മൾ പറഞ്ഞു വെച്ചു. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക്സ് ലോട്ട്, ബൈ.